ഫിഷപ്പാത്ത് എന്ന് പറയുന്ന പ്രഗത്ഭനായ എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകമാണ് 40 റൂൾസ് ഓഫ് ലവ്, പ്രണയത്തിന്റെ 40 നിയമങ്ങൾ എന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിലേക്ക് ഒരു സംഭവം പറയുന്നത്, ഒരു വ്യഭിചാരിയായ പെണ്ണ്, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്, തുർക്കിയിലെ ഒരു വ്യഭിചാരശാലയിൽ വ്യഭിചാരിയായി ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി. കാണാൻ നല്ല സൗന്ദര്യമുള്ള, കൂടും കുടുംബമൊന്നുമില്ലാതെ ദരിദ്രയായി ജീവിക്കുന്ന ഒരു പെൺകുട്ടി. അഥവാ വേശ്യാലയത്തിലെ ആളുകൾ വരുമ്പോൾ അവർ പ്രീതിപ്പെടുത്തലാണ് ഒരു പണി. അങ്ങനെ ആ പെണ്ണ് നന്നാവണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി പള്ളിയിലേക്ക് SKSFന്റെ മറ്റു പിരിവുണ്ട്. നമ്മുടെ ജയിൽ മോചിതനാക്കാൻ വേണ്ടി റഹീം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന് വേണ്ടിയിട്ടുള്ള ഒരു SKSFന്റെ കളക്ഷൻ ഉണ്ട് എല്ലാത്തിനും. അപ്പൊ ഈ പെൺകുട്ടി വ്യഭിചാരിയാണ്. വേശ്യാലയത്തിൽ വരുന്ന ആളുകളെ തൃപ്തിപ്പെടുത്തലാണ് പെണ്ണിന് പണി. പക്ഷെ പെണ്ണിന്റെ അകത്തൊരു വെളിച്ചം വരുന്നത്, ഒരു പ്രകാശം, അതൊരു വലിയൊരു സൂഫിയെ കണ്ടപ്പോഴുണ്ടാകുന്ന പ്രകാശമാണ്. ഷംസ് തബ്രീസി എന്ന് പറയുന്ന തബ്രീസിലെ വലിയ ഒരു സൂഫിയെ വന്നപ്പോൾ അവരെ കണ്ടുമുട്ടിയപ്പോൾ അവരുടെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിലുണ്ടായ ഒരു വെളിച്ചം, ആ വെളിച്ചത്തിന്റെ ശേഷം നന്നാവണം എന്നുള്ളൊരു ബോധിപ്പിച്ചിരുന്നതാണ്. അവിടെയാണ് റൂമി എന്ന് പറയുന്ന പ്രഗത്ഭനായ അടുത്ത വേറൊരു സൂഫിയെ, പോയറ്റാണ്, കവിയാണ്, മിസ്റ്റിക്കാണ്. അപ്പൊ ആ റൂമിയുടെ പ്രഭാഷണം കേൾക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പെണ്ണാണെങ്കിൽ ഒരു ആൺവേഷം കെട്ടിയിട്ട് പള്ളിയിൽ വരാൻ തീരുമാനിച്ചു. അപ്പൊ ശരീരത്തിന്റെ ഈ ഭാഗങ്ങളൊക്കെ തുണിക്കഷ്ണങ്ങൾ വെച്ച് ഷെയ്പ്പൊക്കെ മറിച്ച്, പൊടിയൊക്കെ ചുരുട്ടി, ഇന്നത്തെ ഷാള് കൊണ്ടിങ്ങനെ മറിച്ച്, ക്യാപ്പ് കൊണ്ട് മറിച്ച്, ആണിനെ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ പള്ളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഏരിയ ഉണ്ടാവില്ല, അവിടെ പോലും ഫുള്ള് തിരക്കാൻ. അപ്പൊ അങ്ങനെ പള്ളിയിൽ നോക്കുമ്പോൾ ഒരു യാചകൻ ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ എണീറ്റിട്ട് പോകുന്നത് കണ്ടു. ക്ലാസ് എടുക്കാൻ യാചകൻ എണീറ്റ് പോകുന്നുണ്ടോ, ആണുങ്ങളെ തന്നെ. അപ്പൊ ഈ പെണ്ണ് വന്നിട്ട് ആ സ്ഥലത്തിൽ ആണുങ്ങളുടെ ആണുമ്പോൾ ആണിന്റെ കുറെ നേരം റൂമിയുടെ മനോഹരമായ പ്രഭാഷണത്തിൽ ഇങ്ങനെ മുഴുകി ലയിച്ച് കുറച്ച് കഴിയുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരാള് സ്വാഭാവികമായിട്ട് ഉറങ്ങിയപ്പോൾ അതില്ലാതെ എന്തായാലും ഇവരുടെ ഷാളിൽ അറിയാതെ വെച്ചു. അങ്ങനെ ഈ പെണ്ണിങ്ങനെ ഇറങ്ങുമ്പോൾ ശരീരത്തിന്റെ മുഖത്ത് വെച്ച ആ മറയും തലയിൽ മറിച്ച് വെച്ച് ക്യാപ്പ് ചെറുതായിട്ട് നീങ്ങുമ്പോൾ മുടി കുറച്ച് പുറത്ത് വന്നു. മുഖത്ത് വെച്ചിട്ടായ മറ നീങ്ങി. പെണ്ണാണ് എന്ന് തോന്നിക്കുന്നത്, മറ നീങ്ങി. പെണ്ണ് പേടിച്ചു ഇങ്ങനെ കണ്ണു ചെന്നു. പക്ഷെ ആരും കാണരുത്, ആരും കാണരുത്, ഇങ്ങനെ പേടിച്ചു. കുറെ സമയം ആരും കാണരുത് പേടിച്ച് കുറെ സമയം. അങ്ങനെ കുറെ സമയം ഇരുന്നതിന് ശേഷം ആളുകളൊക്കെ ഇങ്ങനെ തീർന്നെടുക്കുന്നത് ഇങ്ങനെ സൗന്ദര്യമൊക്കെ കേൾക്കാൻ തുടങ്ങി. പൂച്ച കണ്ണിന് പാൽ പിടിക്കാൻ തുടങ്ങിയില്ല. ആരും കാണാനും കണ്ണ് ചെമ്മിയാലും ഒന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിങ്ങനെ പറയുന്നത്. ഇന്നെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ ബൈബർ എന്ന് പറയുന്ന ആ നാട്ടിൽ മാറാവുകാരൻ കുറിച്ചു നോക്കുന്നത് കണ്ടിരുന്നു. എന്നിട്ട് ഇങ്ങനെ കുറിച്ചു നോക്കുന്നത് എന്നെ ആവരുതേ എന്നുള്ളൊരു പേടി അവിടെ ശ്രദ്ധിക്കാതെ എന്നെ ബൈബർ അപ്പുറത്തുള്ളാണ് വിളിച്ച് ഇപ്പുറത്തുള്ളാണ് വെച്ചു. 3 ആളുകൾ എണീച്ചു. അപ്പോഴും എന്നെ ആവരുതേ എന്നുള്ള പേടി പെണ്ണിങ്ങനെ എന്റെ ബൈബർ നേരെ മുമ്പിലേക്ക് വരുന്നെന്ന് അറിഞ്ഞപ്പോൾ പെണ്ണ് ആരും കാണാതെ ശ്രദ്ധിക്കാതെ എസ്കേപ്പ് ആവും. ഇവിടെ പോകുമ്പോൾ ബൈബർ ഒച്ച വെച്ചു. വ്യഭിചാരിക്ക് പള്ളിയിൽ എന്താ പണി? വ്യഭിചാരിക്ക് പള്ളിയിൽ എന്താ പണി വെച്ചു ഒരു പിടി പിടിച്ചു. അങ്ങനെ ആളുകളോട് കൂടി ആളുകളെ, വിശ്വാസികളായ ആളുകളെ വഴിപിടിപ്പിക്കാൻ വേണ്ടി, സെഡ്യൂസ് ചെയ്യാൻ വേണ്ടി വ്യഭിചാരികളുടെ പള്ളിയിൽ വന്ന നാടുകളിലുള്ള ആളുകളെ നമ്മുടെ വേശ്യാലയത്തിൽ കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറഞ്ഞ ആളുകൾ കൂടി പാടായി. ഒരു 30 ആളുകൾ ഈ പെണ്ണിനെ അടിച്ചും പെണ്ണിനെ ഇടിച്ചു ചെയ്ത് അങ്ങോട്ട് പുറത്തോട്ട്. അപ്പൊ അവിടേക്ക് ഷംസ് തബ്രീസി എന്ന് പറയുന്ന ഈ സുഫിയനെ വരുന്നുണ്ട്. ഷംസ് തബ്രീസി, നിങ്ങൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു. നിങ്ങൾക്ക് നാളെ ചോദിച്ചു.
ഈ 30 ആളുകൾ കൂടി ഒരു പെണ്ണിനെ ആക്രമിക്കണം, അത് നാണെന്ന് ചോദിച്ചു. 30 ആളുകൾ കൂടി ഒരു പെണ്ണിനെ ആക്രമിക്കണം, അത് നാണെന്ന് ചോദിച്ചു. അപ്പോ അവര് പറഞ്ഞു, നിങ്ങൾ എന്താ പറയുന്നത്? വ്യഭിചാരിയായ ഒരു പെണ്ണ് പുരുഷന്മാരുടെ പള്ളിയിൽ വന്നിരിക്കേണ്ട ആവശ്യമാണ്. പുരുഷന്മാരുടെ പള്ളിയിൽ വന്നിട്ട് വ്യഭിചാരിയായ ഒരു പെണ്ണിന്റെ ആവശ്യമാണ്. ഇവിടെ എന്തിനാ അവിടെ വന്നത് നമുക്കറിയണം എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്തു? വല്ലാതെ വെച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ റൂമി അവരോട് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ പള്ളിയിലേക്ക് പോയത് ദൈവത്തെ കാണാനാണോ, അല്ലാഹുവിനെ കാണാനാണോ, അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളെ നോക്കാനാണോ? നിങ്ങൾ എന്തിനാ പള്ളിയിൽ പോയത്? നിങ്ങൾ ദൈവത്തെ കാണാനാണ് പോയതെങ്കിൽ ഒരാൾ നഗ്നനായിട്ട് പള്ളിയിൽ വന്നാലും നിങ്ങൾക്ക് അവരെ കാണൂല. നിങ്ങൾ അല്ലാഹുവിനെ കണ്ടെത്താൻ പോയത്. നിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നത് അല്ലാഹുവിനെ കണ്ടുകൊണ്ടാണില്ല, അപ്പുറത്തുള്ള ആൾ എന്ത് ചെയ്യുന്നു, ഇപ്പുറത്തുള്ള ആൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടി പോവാൻ. നിങ്ങളെക്കാളും ദൈവത്തെ കണ്ടത് ഈ വ്യഭിചാരിയായ ഈ പെണ്ണാണ്, നിങ്ങളല്ല ദൈവത്തെ കണ്ടത് ഈ പെണ്ണാണ് എന്ന് പറഞ്ഞു ആ നാട്ടിലുള്ള ഈ ബൈബർ എന്ന് പറയുന്ന പാറാവുകാരനിൽ നിന്നും മറ്റുള്ള ആളുകളിൽ നിന്നും ഈ പെണ്ണിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അതേപോലെ നമ്മൾ പള്ളിയിലേക്ക് വന്നാൽ ആരെങ്കിലും നമ്മുടെ എന്താണ് പിന്നോയിലുള്ള അർത്ഥം വയ്ക്കുന്നുണ്ടോ, സുന്നത്ത് സ്മരിക്കുന്നുണ്ടോ, കസേര ഇരിക്കുന്നുണ്ടോ, അവിടെ കൂടി സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കാനല്ല പള്ളിയിൽ വരുന്നത്. പള്ളിയിൽ വരുന്നത് അല്ലാഹുവിനെ കാണാനാണ്, പടച്ചോനെ കാണാനാണ്, അല്ലാഹുവിനെ കാണാനാണ് പള്ളിയിൽ വരുന്നത്. അല്ലാഹുവിനെ കാണാൻ വേണ്ടി പള്ളിയിൽ വന്നാൽ മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല. വേറെ ലക്ഷ്യമായിട്ട് പള്ളിയിൽ വന്നാൽ പഠിച്ചോനെ കിട്ടിയില്ല, മറ്റുള്ളതൊക്കെ കാണും. ആരൊക്കെ ഇരിക്കുന്നുണ്ട് കസേരയിൽ, ആരൊക്കെ സംസാരിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ടോ, സുബൈയുടെ മുമ്പ് നിസ്കരിക്കുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, കർട്ടൻ ഇങ്ങനെ മറ്റേ കിണറിൽ നിന്ന് വെള്ളം വയ്ക്കുന്നത് പോലെ കർട്ടൻ വയ്ക്കുന്നുണ്ടോ, അതേ ഉണ്ടാവുള്ളൂ, സംസ്കാരം ഉണ്ടാവില്ല. പിന്നെ ആമുഖം ഞാൻ പറയാം. അപ്പൊ അല്ലാഹുവിനെ കണ്ടെത്താൻ വേണ്ടി പള്ളിയിലേക്ക് വരാൻ, പഠിച്ചോനെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരാനുള്ളതാണ് ഈ ഒരു മെസ്സേജിൽ നിന്ന് നമ്മൾ കിട്ടേണ്ടത്. ഈ ബൈബിൾ വ്യഭിചാരിയായ ഈ പെണ്ണിനെ വിളിച്ചു കൊണ്ടുപോയ ഈ പാറാവുകാരനെ ബൈബിളാണ് ആഴ്ചയൊരിക്കൽ വേശ്യാലയത്തിൽ പോകുന്നതാണ്. ആഴ്ചയൊരിക്കൽ ഇതേ വേശ്യാലയത്തിൽ പോയി ഈ പെണ്ണിന്റെ കൂടെ കിടന്നതാണ്. പെണ്ണിന്റെ കൂടെ കിടക്കുന്നു മാത്രമല്ല, പെണ്ണിനെ കിടന്ന് വ്യഭിചാരത്തിൽ ഏർപ്പെട്ട് പൈസ കൊടുക്കാതെ പെണ്ണിനെ അടിച്ച് ശരീരത്തിൽ നിന്ന് ചോര വന്ന് സാഡിസ്റ്റായ ഒരു വ്യഭിചാരി. സാഡിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആളുകളെ വേദനിക്കുന്ന ഒരു വ്യഭിചാരി. ഇതേ പള്ളിയിൽ, അതുകൊണ്ടാണ് ഇതേ പള്ളിയിൽ എടുത്തേക്ക് ആഴ്ചയിൽ പോകുന്ന ഒരു വ്യഭിചാരിയായ പെണ്ണ് പള്ളിയിൽ നിന്ന് കേരളത്തിൽ ഇയാളോട് വ്യഭിചാരശാലയിൽ പോകരുത് നടത്തുന്ന മുതലാളി പറഞ്ഞു. കാരണം അവരുടെ വ്യഭിചാരികളെ അടിക്കടി സാഡിസ്റ്റാണ്. അതുകൊണ്ട് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പള്ളി എന്നുള്ളത് നമ്മളിതിനവിടെ മറ്റുള്ള ആളുകളെ നോക്കാനോ മറ്റുള്ള ആളുകളെ നിരീക്ഷിക്കാനോ നമ്മുടെ പള്ളിയിൽ വരുന്നത് നിസ്കരിക്കണം. കഴിഞ്ഞാൽ ചെയ്യാം, നിസ്കരിക്കാം, തിരിച്ചു പോകും. ഇതുപോലെ കുറെ ആളുകൾ എവിടെ എല്ലാ പള്ളിയിലുണ്ടാവും കുറച്ച് ആളുകൾ, അവർക്കൊന്നും പള്ളി നിസ്കരിക്കാൻ വന്നാൽ പള്ളി നിസ്കരിക്കാൻ പള്ളി, ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെ നിരീക്ഷിക്കും. ഒരു CC ക്യാമറ ഇട്ട പള്ളി ഇങ്ങനെ ക്യാമറ ഇട്ട് നിരീക്ഷിക്കും. എന്നിട്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി സ്റ്റെപ്പിലെടുത്ത് കുറേ ആളുകൾ പറയും, അവിടെ ഗെയിമെടുത്ത് പോയിട്ട് കുറേ ആൾ പറയും, കൊട്ടപ്പുറത്ത് പീടിയെടുത്ത് കുറേ ആൾ പറയും, കൊട്ടപ്പുറത്ത് ടൗണിൽ പോയിട്ട് പറയും. ഇത്തരം ആളുകളോട് ഞാൻ പറയാം, റമദാൻ കഴിഞ്ഞു, പരിശുദ്ധ റമദാൻ കഴിഞ്ഞു. റമദാൻ കഴിഞ്ഞതിന് ശേഷം അമല് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് റമദാനിൽ പള്ളിക്ക് വന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ പള്ളിയിലേക്ക് വരുമ്പോൾ ഏത് ടോൺ പള്ളിയാണെങ്കിലും മദ്രസയുടെ പള്ളിയാണെങ്കിലും കോലാശ്വരം കുഞ്ചാറ് അതുപോലെ കെട്ടക്കൽ ഏത് പള്ളിയാണെങ്കിലും നിസ്കരിക്കാനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാണ്, ബാക്കിയുള്ളതൊക്കെ റൺ ഓഫ് യുവർ ബിസിനസ് ആണ്. നമ്മുടെ ബിസിനസ്സിൽ പെട്ടല്ല, നമ്മുടെ ഏരിയ മാത്രം ശ്രമിക്കും. ഇതിന്റെ വിഷയം അതല്ല, പൊതുവായിട്ട് വിഷയം നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ദീനാണ്. ഈ ദീനിനെ അല്ലാഹു നമ്മൾക്ക് അവസരം തന്നെ നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാഹി ഹദാനാ ലിഹാദാ. പഠിച്ചോനെ, എന്നൊരു മുസ്ലിം ആക്കിയതിൽ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നീ എനിക്ക് സന്മാനം തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നില്ല എന്ന് നമ്മളോട് പറയുന്ന അല്ലാഹു ആവശ്യപ്പെട്ടാണ്. അല്ലാഹ് ഹിദായത്ത് തന്നുകൊണ്ടാണ് നമ്മളൊക്കെ മുസ്ലിമായത്. അൽഹംദുലില്ലാഹ് എന്നെപ്പോഴും പറയണം. എന്നിട്ട് നോക്ക്, നിങ്ങൾ പരിശുദ്ധ
പരിശുദ്ധമായ ദീനിൽ നമ്മൾ അൽഹംദുലില്ലാഹ് നോമ്പൊക്കെ 30 ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്ക് റമദാൻ കഴിയും. റമദാൻ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു, പെരുന്നാളിന്റെ ആഘോഷം നമ്മളിൽ നിന്ന് കഴിഞ്ഞു. ഇനി എങ്ങനെ ജീവിക്കണം? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദീൻ എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയുള്ള എളുപ്പമുള്ള ദീനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഹദീസിൽ സ്വഹീഹ് ബുഖാരിയുടെ ഹദീസാണ്. പിന്നെ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വമാ ജഅല അലൈക്കും മിനൽ ദീനി മിൻ ഹർജ്. ഈ ദീനിൽ നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ അല്ലാഹു ഇഷ്ടമില്ല. ശ്രദ്ധിച്ചു കേൾക്കുക, എന്താണ് ദീൻ എന്ന് എല്ലാവരും മനസ്സിലാക്കുക. നമ്മൾ കാണിക്കുന്ന ദീനൊന്നല്ല. എന്താണ് ദീൻ? വമാ ജഅല അലൈക്കും ഫിൽ ദീനി മിൻ ഹർജ്. ഈ ദീനിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും പഠിച്ചു തന്നിട്ടില്ല. യുരീദുല്ലാഹു ബികുമുൽ യുസ്റ. അല്ലാഹു ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ്. യുരീദുല്ലാഹു ബികുമുൽ യുസ്റ. അല്ലാഹു ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ്. വലാ യുരീദു ബികുമുൽ ഉസ്റ. അല്ലാഹു ഉദ്ദേശിക്കുന്നത് ഉസ്ർ എന്നല്ല, പ്രയാസം. നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അല്ലാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എളുപ്പമാക്കാനാണ്. നമ്മൾ ദീനിനെ ആളുകളുടെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ഒരു സത്യം എന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് മസല പറഞ്ഞു തരേണ്ടത് ഏറ്റവും ടഫായിട്ടുള്ള മസലല്ല. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള മസലയാണ് പറഞ്ഞത്. ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള മസല ഞാൻ പറയണം. പക്ഷേ ഞാൻ എന്റെ അമല് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണം, ടഫായിട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇസ്ലാമിൽ എല്ലാ സ്ഥലത്തും 2-3 അഭിപ്രായങ്ങളില്ലാത്തൊരു മസലയില്ല. ഇപ്പൊ നമ്മൾ ഷാഫി മതകാരായ നമ്മൾ ഹനഫി മതം തെറ്റെന്ന് പറയാൻ പറ്റും, ഹംബലി മതം തെറ്റെന്ന് പറയാൻ പറ്റും, മാലിക് മതം തെറ്റെന്ന് പറയാൻ പറ്റും. അതൊക്കെ മതമാണ്, എല്ലാം ശരിയാണ്. ഇപ്പൊ മഹല്ലി നമ്മൾ എടുത്താൽ അതിന് 4 അഭിപ്രായം. ഒറ്റ വിഷയത്തിന് അവലുണ്ടാകും, മുഅ്തമദുണ്ടാകും, സാനി ഉണ്ടാകും, സാലിസ് ഉണ്ടാകും, തീര ഉണ്ടാകും. അത് ഓരോ വിഷയത്തിൽ വരെ 5 അഭിപ്രായങ്ങളുണ്ടാകും. ഒരു വിഷയത്തിൽ വരെ 5 അഭിപ്രായങ്ങളുണ്ടാകും. മുഅ്തമദെടുത്ത ആളുകൾ മുഅ്തമദെടുത്തു, ചില ആളുകൾ തീരാണ് എന്താണ് അഭിപ്രായം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നു. ചില ആളുകൾ 2 അഭിപ്രായം സാനി എടുക്കും, ചില ആളുകൾ അവലെടുക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു മസ്ജിദിനാണ് ചില ആളുകൾ എടുക്കുക. പക്ഷെ നമ്മൾ എടുക്കുന്ന മുഅ്തമദായതാണ് ഭൂരിഭാഗം ആളുകൾ എടുക്കുക. എന്ന് വെച്ചാൽ രണ്ടാമത്തെ അഭിപ്രായം തെറ്റ് നമ്മൾ കൊണ്ട് പറയാൻ പാടില്ല. തെറ്റെന്ന് പറയാനുള്ള അവകാശമില്ല. നമ്മൾ ചെയ്യുന്നതേ ശരി, ബാക്കിയുള്ള ആൾ ചെയ്യുന്നതൊക്കെ തെറ്റ് എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു പോകുന്നു. നമ്മൾക്ക് ശരി നമ്മൾ ചെയ്യും, പക്ഷെ ബാക്കിയുള്ള ആളുകൾ ചെയ്യുന്നത് തെറ്റ് എന്ന് പറയാനുള്ള അവകാശമില്ല. അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ ദീനു യുസ്റ. ദീൻ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. നോക്കുക, ഒരു ഉദാഹരണം തന്നെ പറയുന്നുണ്ട്. ഫമൻ ശഖ്ഖ അലൈഹി അൻ യഅതിയ ബിഇബാദത്തിൻ മഫ്റൂദ. ഒരാൾക്ക് ഫർദ് അത് നിർബന്ധമാക്കിയ ഒരു കാര്യം ചെയ്യാനുള്ള പ്രയാസമുണ്ട്. ഉദാഹരണം നിന്ന് നിസ്കരിക്കാൻ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇസ്ലാം പറയുന്നുണ്ടോ നിങ്ങൾ നിന്നിട്ട് എന്നെ നിസ്കരിക്കണം? ഇസ്ലാം പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നു ഇസ്ലാം. നിന്നേ നിസ്കരിക്കാൻ പാടില്ല, നിൽക്കുന്ന നിസ്കരിക്കണം പാടില്ല. നിൽക്കാൻ കഴിവില്ലെങ്കിൽ ഇരുന്നോളൂ. അതാണ് യുസ്ർ എന്ന് പറഞ്ഞത്. അതാണ് ദീൻ യുസ്ർ എന്ന് പറഞ്ഞത്. ദീൻ എളുപ്പമാണെന്ന് പറഞ്ഞത്. നിന്നേ നിസ്കരിക്കാൻ ഇരുന്നാൽ ഇസ്ലാം ശരിയാവില്ല എന്ന് പറയുന്നില്ല. നിന്നേ നിസ്കരിക്കാൻ പാടില്ല. അള്ളാഹു നിൽക്കാൻ കഴിയാത്ത ആളുകൾ ഇരുന്നോളൂ. യുസ്ർ ദീൻ എന്ന് പറഞ്ഞാൽ യുസ്റാണ്. ഇനി ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല, കിടന്നോളൂ. കിടന്നിട്ട് അങ്ങനെ കാണിച്ചോളൂ, അതും കഴിയുന്നില്ല. കണ്ണുകൊണ്ടാക്കി കാണിച്ചോളൂ, അതും കഴിയുന്നില്ല. മനസ്സുകൊണ്ട് നിങ്ങൾ ഞാൻ നിസ്കരിക്കുന്നു, നിസ്കാരത്തിന്റെ തസറുഫാത്ത്, നിസ്കാരത്തിന്റെ ഓരോ അമലുകൾ മനസ്സിൽ കരുതിക്കൊള്ളൂ. എത്ര എളുപ്പം നോക്കുന്നത്. ഇനി ഒരാൾക്ക് നോക്കാൻ കഴിയുന്നില്ല, റമദാൻ മാസം നോക്കാൻ നോക്കണം. ഈ മുദ്ദു കൊടുത്തു. അതാണ് ദീൻ എളുപ്പം നടന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഒരാൾ വന്നു. റമദാനിൽ ഭാര്യയെ പരസ്യമായി പകലിൽ ബന്ധപ്പെട്ടിട്ട് നോമ്പ് ബാധമായ ഒരാൾ വന്നു. മുദ്ദു കൊടുക്കാൻ പറഞ്ഞു, അടിമയെ മോചിപ്പിക്കാൻ പറഞ്ഞു. പൈസ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ദീൻ എളുപ്പം. എന്ത് അടിമയെ മോചിപ്പിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പെടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, 1 മാസം നോമ്പെടുക്കുമ്പോ ഭാര്യയെ ബന്ധപ്പെട്ടു. ഇനി 2 മാസം നോമ്പെടുക്കുമ്പോൾ ഞാൻ എങ്ങനെ ബന്ധപ്പെടാതിരിക്കും? എനിക്ക് പിടിച്ചിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാവും. ചില ആളുകൾ പിടിച്ചിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ അത് എനിക്ക് പിടിച്ചിക്കാൻ വേണ്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, 2 മാസം നോമ്പെടുക്കണം. വീണ്ടും എളുപ്പമായി. എന്താ എളുപ്പം? ഈ മിസ്കിൻ മാസം ഭക്ഷണം കൊടുക്കുന്നത്. അയാൾ പറഞ്ഞു, ഞാൻ തന്നെ ഒരു മിസ്കിനാണ്, ഞാൻ ആർക്ക് ഭക്ഷണം കൊടുക്കാൻ?
മിസ്കിന്മാർക്ക് അവരുടെ മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല. അപ്പോഴും ദീൻ എളുപ്പമായി, അപ്പോഴും ദീൻ എളുപ്പമായി. റസൂല ദീനെ പുറത്തുനിന്നല്ല പറഞ്ഞത്, റസൂല പോയിട്ട് ഭക്ഷണം കൊണ്ടുവന്നു, എന്നാ ഇത് കൊണ്ടിട്ട് കൊടുക്കണം പറഞ്ഞു പാവപ്പെട്ടവർക്ക്. അപ്പോഴും അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെയാണ് നാട്ടിൽ ഏറ്റവും പാവപ്പെട്ടവർ. അപ്പോഴും ദീൻ എളുപ്പമായി. റസൂല പറഞ്ഞു നീ എന്നെ നിന്നോളി. ഇതാണ് ദീൻ. ഈ ദീനിനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് യാത്രക്കാരൻ. 4 റക്അത്ത് നിസ്കരിക്കാതെ 2 റക്അത്ത് നിസ്കരിക്കണം. യാത്രക്കാരൻ സുന്നത്ത് പോലും യാത്രക്കാരൻ നിസ്കരിക്കണം. സുന്നത്ത് പോലും യാത്രക്കാരൻ നിസ്കരിക്കണം. ഞാൻ ദുബായിൽ പോയി വൈകുന്നേരം ചിലപ്പോൾ വരുന്ന ആഴ്ചകളില്ല എന്ന് വരും. അപ്പോൾ ദുബായിൽ പോവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നെ യാത്രക്കാരനാണ്. ഞാൻ ദൂരത്തിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചോ എന്ന് ക്യാമറ വെച്ച് നോക്കണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ നിസ്കരിക്കുന്നു. ഞാൻ യാത്രക്കാരനാണ്. ഞാനൊരു മുസാഫിർ. എൻ്റെ ചെരുപ്പുണ്ടോ കാറുണ്ടോ എന്ന് നോക്കണം. യാത്രക്കാരൻ ഞാൻ ചിലപ്പോൾ നിസ്കരിച്ചിട്ടാണ്. അത് ദീൻ എളുപ്പമാണ് എന്നതിന്റെ ഭാഗമാണ്. ദീന് എളുപ്പമാണ് എന്നതിന്റെ ഭാഗമാണ്. അപ്പൊ ദീന എളുപ്പത്തിൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ ഒരാൾക്ക് കഫാറ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കഫാറൊക്കെ കൊടുക്കേണ്ട എളുപ്പമാക്കി കൊടുക്കും. ഇനി ഒന്നും പറ്റുന്നില്ല, അസിനത അയാളിൽ നിന്ന് നിർബന്ധം തന്നെ ഇല്ലാതെ. അതാണ് മറ്റു റസൂലുള്ളാഹിയെ എന്ന് പറയാൻ കാരണം. അപ്പൊ ഇതൊക്കെ എന്താണ്? അല്ലാഹുവിന്റെ റഹ്മത്താണ്, അല്ലാഹുവിന്റെ കാരുണ്യമാണ്, അല്ലാഹുവിനെ നമ്മളോട് കാണിക്കുന്ന കാരുണ്യമാണ്. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങളുടെ ഇടയിൽ സ്വഭാവം പരിപൂർത്തിയാക്കാൻ, സൽസ്വഭാവം പരിപൂർണമാക്കാനാണ് ഞാൻ വന്നത്. ഞങ്ങൾ പറഞ്ഞു നമ്മൾ പെരുന്നാൾ കഴിഞ്ഞു. പെരുന്നാളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? കുടുംബബന്ധം ചേർക്കലായിരുന്നു. കുടുംബബന്ധം ചേർക്കണമായിരുന്നു. നമ്മുടെ കുടുംബക്കാരെ കാണാൻ പോകണമായിരുന്നു. നമ്മൾ പരസ്പരം ചങ്ങാതിമാരുടെ സന്ദർശിക്കണമായിരുന്നു. അയൽവാസികളെ നമ്മൾക്ക് നന്മ ചെയ്യണമായിരുന്നു. അതിഥികളോട് മാന്യമായി പെരുമാറണമായിരുന്നു. നമ്മുടെ ചുറ്റുള്ള ആളുകളോട് മയം കാണിക്കണമായിരുന്നു. നമ്മുടെ ചുറ്റുഭാഗത്ത് സന്തോഷവും സമാധാനവും നമ്മൾ പ്രചരിപ്പിക്കണമായിരുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞു. നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയായാലേ, യഥാർത്ഥ വിശ്വാസിയായാലേ നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരും. മുഅ്മിനായാലേ സ്വർഗം തരും. അപ്പൊ നമ്മുടെ അടുത്ത പണി മുഅ്മിൻ എങ്ങനെയാവണം? അതാണ് നമ്മൾ അറിയിക്കുന്നത്. സ്വർഗത്തിലെത്തണമെങ്കിൽ മുഅ്മിനാവണം. മുഅ്മിനായാലേ സ്വർഗം കിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയാണ് മുഅ്മിനാവുക? നബി തങ്ങൾ പറഞ്ഞു പരസ്പരം സ്നേഹിക്കാതെ ഒരാൾ മുഅ്മിനാവില്ല. തഹാബു എന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹിക്കാതെ ഒരാൾ മുഅ്മിനാവില്ല. ഹൃദയത്തിൽ പകയും പാരയും വൈരാഗ്യവും ചൊടിയും പിണക്കൊക്കെ വെച്ച് നടക്കുന്ന ഒരു മനുഷ്യനും മുഅ്മിനാവില്ല. ഒരു മനുഷ്യനും മുഅ്മിനാവില്ല. സുജൂദിൽ കിടന്നിട്ട് നിസ്കാര ക്യാമ്പ് ഉണ്ടാക്കിയാൽ ആ നിസ്കാര ക്യാമ്പ് അടിച്ചു മാറ്റാനല്ലാതെ, അല്ലെങ്കിൽ പഠിച്ചു മാറ്റാനല്ലാതെ അയാളുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചില്ല. ഈമാന്റെ അടയാളം എന്ന് പറയുന്നത് സ്നേഹം, പരസ്പര സ്നേഹം, വെറുപ്പില്ലാതെ സ്നേഹം, ചൊടിയില്ലാതെ സ്നേഹം, കളങ്കമില്ലാതെ സ്നേഹം, പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനാവുക. അപ്പൊ ഇനി സ്വർഗത്തിലെത്തണമെങ്കിൽ മുഅ്മിനാവണം. മുഅ്മിനാവണമെങ്കിൽ സ്നേഹിക്കണം, പരസ്പരം സ്നേഹിക്കണം. സ്നേഹിക്കാനുള്ള വഴി എന്താണ്? പറഞ്ഞു അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമു തഹാബതും. നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാവാൻ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു തരട്ടെ, സ്നേഹം വർദ്ധിക്കാൻ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പരസ്പരം സലാം പറയണം, പരസ്പരം സലാം പറയണം. പെരുന്നാൾ നിസ്കാരത്തിൽ നമ്മളൊക്കെ കൈ കൊടുക്കും. എന്തിനാണ്? സ്നേഹം പരസ്പരം കൈമാറണം. അന്ന് പോലും കൈ തരാതെ സലാം പറയാതെ ഇവിടെ നിന്ന് തെറ്റുപോയ ആളുകളുണ്ടാവും. പെരുന്നാൾ നിസ്കാരം, പെരുന്നാൾ എന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ ദിവസമാണ്, സമാധാനം പ്രചരിപ്പിക്കേണ്ട ദിവസമാണ്. ഈ പെരുന്നാൾ ദിവസം 30 ദിവസം നോമ്പ് നോറ്റ് പെരുന്നാൾ നിസ്കരിക്കാൻ വന്നിട്ട് ഒരു തുണി തരാൻ മടുപ്പുള്ള ആൾ എന്നെ മാത്രമല്ല, എവിടെ തന്നെ നിങ്ങൾ അങ്ങോട്ട് നോക്കി എന്താ നോക്കുന്നത്? ഈ പള്ളിയിൽ വന്നിട്ട് ഒരു കൈ തരാൻ പോലും മനസ്സ് ശുദ്ധമല്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. പിന്നെ എങ്ങനെ സ്നേഹമില്ലാത്തവർക്ക് എങ്ങനെ ഈമാൻ ഉണ്ടാവും? ഈമാനില്ലാത്തവർ എങ്ങനെ സ്വർഗത്തിലെത്തും? ചിന്തിക്കും. നിങ്ങൾ വന്ന് പെരുന്നാൾ നിസ്കരിക്കാൻ നിങ്ങൾ എനിക്ക് കൈ തന്നു, നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടവർക്ക് കൈ തന്നു. എന്നാൽ നിങ്ങളുടെ സ്വന്തം അയൽവാസികൾ കൈ കൊടുത്തോ? നിങ്ങളുടെ സ്വന്തം ജ്യേഷ്ഠന് അനുജന് കൈ കൊടുത്തോ? നിങ്ങളുടെ കുടുംബക്കാർക്ക് നിങ്ങൾ കൈ കൊടുത്തോ? പിന്നെ എന്തായി സ്നേഹം? പിന്നെ എന്തായി റമദാൻ? ആർക്കായി റമദാൻ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സ്നേഹം ഉണ്ടാവുന്നതിന് മുസാബത്ത് ചെയ്യുക,
ഞാൻ പറയാം സ്നേഹത്തിന്റെ ഭാഗം അല്ലാതെ കുറെ നിസ്കരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും കുറെ സുജൂദിൽ കിടന്ന് നമ്മളെ സ്വർഗം തരുന്നുണ്ട്. അങ്ങനെയൊക്കെ സുജൂദിൽ കിടന്ന് സ്വർഗം തരാണെങ്കിൽ കുറെ ആളുകൾ സ്വർഗത്തിൽ എത്തണമായിരുന്നു. എത്തൂല, അത് മനസ്സിലായിക്കൊണ്ടില്ല. അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയുടെ ആയിഷ ബിവിയോട് ചോദിച്ചു നബിതങ്ങളെ കുറിച്ച്. നബിയുടെ അമൽ എന്താണ്? കാന അമലുഹു ദീമ. ദീമ അത് ദീമ എന്ന് പറഞ്ഞാൽ കാന അമലുഹു ദീമ. നബിതങ്ങളുടെ അമൽ എന്ന് പറഞ്ഞാൽ നിത്യം. ദീമ എന്ന് പറഞ്ഞാൽ നിത്യമായി ചെയ്യുന്ന അമലാണ് നബിതങ്ങളുടേത്. അപ്പോൾ നബിതങ്ങൾ സ്ഥിരമായിട്ട് പറയാറുണ്ട് അഹബ്ബുൽ അമലി ഇലല്ലാഹി മാ ദാമ അലൈഹി സ്വാഹിബുഹു വഇൻ ഖല്ല. എത്ര ചെറുതായാലും കുഴപ്പമില്ല, സ്ഥിരം ചെയ്യലാണ് അല്ലാഹുവിന് ഇഷ്ടം. നമ്മൾ കുറേ ഇബാദത്ത് നടന്നില്ല. നിങ്ങൾ റമദാൻ ആകുമ്പോൾ ഭയങ്കര ഇബാദത്ത്, റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, നിസ്കാരമില്ല, ജമാഅത്തില്ല, സുന്നത്തുമില്ല, വർദ്ധമില്ല. ഇതെല്ലാം അല്ലാഹുവിന് ഇഷ്ടം. സ്ഥിരമായി ചെയ്യുന്ന കുറഞ്ഞ അമൽ സ്ഥിരമായിട്ട് ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ഡിസ്കസ് ഈ വിഷയത്തിൽ എല്ലാവരും സഹകരിക്കുക. മൈൻഡ് സ്വീകരിക്കാൻ പഠിച്ചോ. നമ്മൾ റമദാൻ നമ്മൾ സ്വീകരിക്കണം. റമദാൻ സ്വീകരിക്കപ്പെടണം. 6 മാസം സ്വഹാബാക്കൾ ദ്വാരക്കാരുണ്ടായിരുന്നു. 6 മാസം ദ്വാരക്കാർ പഠിച്ചോണ്ട് റമദാൻ സ്വീകരിക്കണേ, റമദാൻ സ്വീകരിക്കണേ. നമ്മുടെ ദ്വാരത്തോട് കുട്ടികൾ അല്ലാഹു റമദാൻ സ്വീകരിക്കട്ടെ. നമ്മുടെ തറാവീഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ സ്വതക്കകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ഉസിക്കു ദുആ. ജസാക്കുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.